പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷം 8-ാം ഞായർ എസെക്കിയേൽ നബിയായെ തിരുസഭ അനുസ്മരിക്കുന്ന ദിനം. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവീൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് അത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വികലതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്ന് കൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളുടെ ഉള്ളടക്കം ഉപമകളാണ്. ഉപമകളിലൂടെ ദുർഗ്രഹമായ കാര്യങ്ങൾ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്ന ഗുരുവായ യേശു. ചൊല്ലുകൾ, കടങ്കഥകൾ, ഉപമകൾ, കഥകൾ എന്നിങ്ങനെ വിവിധ സാഹിത്യരൂപങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് ഹീബ്രുവിലെ മഷാൽ. ഗ്രീക്ക് പരിഭാഷ പരാബോളെ, പാരബിൾ, ഉപമ. താരതമ്യ ശൈലി ഉൾക്കൊള്ളുന്ന പ്രബോധനം. സാധാരണ കാര്യങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് ഗഹനമായ ദൈവരാജ്യ സത്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നവയായിരുന്നു യേശുവിൻ്റെ ഉപമകൾ. ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന വിതക്കാരൻ്റെ ഉപമ ഗലീലി കടൽ തീരത്തിനടുത്ത്
അരുകിൽ കിടന്ന് വഞ്ചിയിൽ കയറിയിരുന്ന് കടൽ തീരത്ത് തടിച്ചുകൂടിയ ജനതതിയോടായി നടത്തുന്ന ദൈവരാജ്യ പഠന ക്ലാസ്സാണ്. പ്രകൃതിയെ പഠനമുറിയാക്കുന്ന യേശു നല്ല ഗുരുവാണ്. പ്രകൃതി സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഗുരു. കടലിനെയും വഞ്ചിയെയും കടൽ തീരത്തെയും മലയെയും താഴ്വാരങ്ങളെയും ഭവനത്തെയും ദേവാലയത്തെയും മാളികയെയും രാജകൊട്ടാരത്തെയും പുൽക്കൂടിനെ പോലും യേശു ദൈവരാജ്യ പഠിപ്പിക്കലിൻ്റെ ക്ലാസ് മുറികളാക്കി പരിവർത്തനം ചെയ്തു. 2 ഉപദേശങ്ങളോടുകൂടിയ പ്രബോധന ശൈലി ഉൾച്ചേരുന്നവയാണ് ഉപമകൾ. 1, യേശുവിൻ്റെ പ്രബോധനങ്ങളോട് നിഷേധാത്മക ശൈലി സ്വീകരിക്കുന്ന അവിശ്വാസികളിൽ നിന്നും അന്ധവിശ്വാസികളിൽ നിന്നും ഉപമകൾ ദൈവരാജ്യ രഹസ്യങ്ങൾ അടങ്ങിയ സന്ദേശം മറച്ചു വയ്ക്കുന്നു. 2, യേശുവിൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഉപമകൾ ദൈവരാജ്യ ദൗത്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഉപമകൾ വഴി പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന യേശു ഉപദേശം ആരംഭിക്കുന്നത് കേൾക്കുവീൻ എന്ന ആഹ്വാനത്തോടെയാണ്. ഇതിനർത്ഥം ഈ ഉപമ വിധക്കാരൻ്റെ ഉപമ ശ്രദ്ധാപൂർവം ഗൗരവത്തോടെ കേൾക്കണം എന്നാണ്. കടലിന് അഭിമുഖമായി ഇരിക്കുന്ന ജനക്കൂട്ടം പ്രക്ഷുബ്ധമായ തിരകളിലും ഓളങ്ങളിലും കടലിലെയും കടൽ തീരത്തെയും കാഴ്ചകളിലും കാറ്റിലും കോളിലും ആകാശത്ത് മാറി മറയുന്ന മേഘങ്ങളുടെ ചാഞ്ചാട്ടത്തിലും യേശു വചനങ്ങളിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുത് എന്ന ആഹ്വാനമാണ് കേൾക്കുവീൻ എന്നത്. കടലിന് അഭിമുഖമായി ഇരിക്കുന്ന ജനം കാണുന്ന കാഴ്ച കടലിൻ്റെ എല്ലാ പ്രക്ഷുബ്ധതയിലും വഞ്ചിയിലിരിക്കുന്ന യേശുവിനെയാണ്. ലൗകിക ജീവിത പ്രതിസന്ധികൾക്ക് മതിയായവൻ യേശുവാണ്. ദൈവവചനമാണ് എന്ന പാഠം ഈ ക്ലാസ് മുറിയിലെ കാഴ്ച പഠിപ്പിക്കുന്നു. 4 തരം നിലങ്ങൾ അഥവാ ഹൃദയ വയലേലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട് ഈ ഉപമ നിലങ്ങളുടെ ഉപമ എന്നും അറിയപ്പെടുന്നു. ഈ സുവിശേഷ ഭാഗത്തിന് 3 ഭാഗങ്ങളുണ്ട്. 1, വിധക്കാരൻ്റെ ഉപമ. 2, ഉപമകളുടെ ഉദ്ദേശം. 3, ഉപമകളുടെ വിശദീകരണം. മണ്ണിൻ്റെ അവസ്ഥ യേശുവിനോടുള്ള കേൾവിക്കാരൻ്റെ പ്രതികരണത്തെ നിർണയിക്കുന്നു. യേശു സന്ദേശം ഒരുക്കപ്പെടുന്ന ഹൃദയ വയലേലകൾക്കനുസരിച്ച് വിഭിന്നങ്ങളായ പ്രതികരണങ്ങളാണ് കേൾവിക്കാരനിൽ ഉളവാക്കുന്നത്. ദൈവവചനമാകുന്ന വിത്തിൻ്റെ ഫലദായകത്വം കേൾവിക്കാരനിലെ ഒരുക്കപ്പെട്ട ഹൃദയത്തെ ആശ്രയിച്ചിരിക്കും. ദൈവവചനത്തിൻ്റെ ഫലദായക ശക്തി വെളിപ്പെടുത്തുന്ന യെശയ്യാ പ്രവചക ഗ്രന്ഥം 55-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ വിധക്കാരൻ്റെ ഉപമയുടെ ആമുഖ പ്രഭാഷണം എന്നവണ്ണം ശ്രദ്ധേയമാണ്. 10-ാം തിരുവചനം, മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. 11-ാം തിരുവചനം, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. 12-ാം തിരുവചനം, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും,
മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. 13-ാം തിരുവചനം, മുൾച്ചെടിക്ക് പകരം ശരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ആകാശത്തു നിന്ന് വരുന്ന മഞ്ഞും മഴയും ഭൂമിയെ നനയ്ക്കുന്നു എന്നത് ദൈവകൃപയെ സൂചിപ്പിക്കുന്നു. വിതക്കാരനായ ദൈവം വിതയ്ക്കുന്ന വിത്ത് ദൈവവചനമാണ്. ദൈവവചനമാകുന്ന വിത്ത് ഫലരഹിതമായി തിരിച്ചു വരില്ല. ദൈവവചന വാഹകരായ ശുശ്രൂഷകർ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും ആർത്തുപാടിയും വനവൃക്ഷങ്ങൾ കൈകൊട്ടിയും ദൈവവചനവാഹികളായ ശുശ്രൂഷകരെ സ്വീകരിക്കും. ദൈവവചനത്തിൻ്റെ ഫലദായകത്വം തിന്മകളെ അകറ്റി നന്മകളുടെ ഫലവൃക്ഷം മനുഷ്യ സമൂഹത്തിന് നൽകും. ദൈവവചന അനുവർത്തികളായി വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന ദേവാലയങ്ങൾ ദൈവത്തിനുള്ള ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകങ്ങളാണ്. കേൾക്കുവീൻ എന്ന ആഹ്വാനം ദൈവവചനം എത്ര ആദരവോടും ശ്രദ്ധയോടും ജാഗ്രതയോടും ജീവിത വിശുദ്ധിയോടും ശ്രവിക്കണം, സ്വീകരിക്കണം എന്ന ആഹ്വാനമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം തിരുവചനം, ഭോഷന്മാരും അവിവേകികളുമായ ജനമേ ശ്രവിക്കുവീൻ, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. 11-ാം തിരുവചനം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല. 17-ാം തിരുവചനം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. വിശുദ്ധ ബൈബിളിൽ അനേകം പ്രാവശ്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന പ്രയോഗം കാണാൻ കഴിയും. വിതക്കാരൻ്റെ ഉപമയിലെ വിതക്കാരൻ യേശുവാണ്. വിത യേശു ശുശ്രൂഷയായ ദൈവവചന പ്രഘോഷണമാണ്. വിത്ത് ദൈവവചനത്തിൻ്റെ പ്രതീകമാണ്. മണ്ണ് അഥവാ നിലം മനുഷ്യഹൃദയ വയലേലകളാണ്. വിതക്കാരൻ വിതച്ച വിത്ത് ചെന്നു വീഴുന്ന നിലം, മണ്ണ്, അതിൻ്റെ പ്രത്യേകതകൾ പ്രത്യേക പഠന വിഷയമാണ്. വിത്തിൻ്റെ ഫലദായകത്വം നിർണയിക്കുന്നത് വിതറുന്ന വിത്ത് ചെന്നു പതിക്കുന്ന നിലമാണ്. ഇവിടെ 4 വിധത്തിലുള്ള നിലങ്ങളുണ്ട്. 1 വഴിയരുക്, 2 പാറപ്പുറം, 3 മുള്ളുകൾക്കിടയിൽ, 4 നല്ല മണ്ണ്. 4 വിധത്തിലുള്ള ഈ നിലങ്ങൾ 4 തരം മനുഷ്യഹൃദയങ്ങളെ സൂചിപ്പിക്കുന്നു. എല്ലാവിധ ദൈവവചന കേൾവിക്കാരിലും ഈ 4 കൂട്ടരുടെ സാന്നിധ്യമുണ്ട്. പലവിധ കാര്യങ്ങളിൽ വ്യഗ്രത പുലർത്തുന്ന മനുഷ്യൻ മതിയായ ജാഗ്രതയോ വിശുദ്ധിയോ ഏകാഗ്രതയോ ഇല്ലാതെ ദൈവവചനം കേട്ടാൽ അവൻ്റെ ഹൃദയം വചനമാകുന്ന വിത്ത് ചിതറി വീണ വഴിയരികിന് തുല്യമായിരിക്കും. പക്ഷികൾ വന്ന് തിന്നുകളഞ്ഞ വിത്തുകൾ ബഹുവിധ ചിന്തകളാലും
മനോവ്യാപാരങ്ങളാലും മുളയെടുക്കാതെ പോയതും ചവിട്ടി മെതിക്കപ്പെട്ടതുമായ വിത്തുകളാണ്. ദൈവവചനമാകുന്ന വിത്ത് മുളയെടുക്കാനാവാത്ത വിധം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വ്യാപാരം ലൗകിക ചിന്തകൾക്കായി വഴിയൊരുക്കരുത്. വഴിയരുക മനസ്സിലേക്കുള്ള മാധ്യമങ്ങളുടെയും ലൗകിക ആശയങ്ങളുടെയും നിരീശ്വര ചിന്തകളുടെയും ലാഭനഷ്ടങ്ങളുടെയും അധികാര പ്രൗഢികളുടെയും ശാരീരിക സുഖങ്ങളുടെയും പ്രലോഭനങ്ങളാൽ ചവിട്ടിമെതിക്കപ്പെടുന്ന നിലമാണ്. അവിടെ ദൈവവചനമാകുന്ന വിത്ത് മുളയെടുക്കുകയില്ല. അതിവേഗം പറവകൾ പറന്നെടുത്ത് വിത്തുകൾ കൊത്തിപ്പെറുക്കി നിലം പരിശാക്കും. പാറപ്പുറം മണ്ണ് കൂടിക്കിടക്കുന്ന പാറപ്പുറമാണ്. മണ്ണ് മൂടിക്കിടക്കുന്ന പാറപ്പുറം. വിതക്കാരൻ വിത്തുകൾ വാരി വിതറുമ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം മുഖംമൂടി അണിഞ്ഞ നിലമാണ് പാറപ്പുറം. പാറപ്പുറത്തിന് പുതപ്പായി കിടക്കുന്ന മേൽമണ്ണ് മൂലം വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും. എന്നാൽ മണ്ണിനാഴമില്ലാത്തതിനാൽ സൂര്യതാപമേറ്റ് അവ കരിഞ്ഞു പോകും. പാറപ്പുറം ഹൃദയം കഠിനമാക്കിയവരുടെയും അനുതാപമോ വിശുദ്ധിയോ ഇല്ലാതെ ദൈവവചനത്തെ സമീപിക്കുന്നവരുടെയും ഹൃദയത്തിൻ്റെ പ്രതീകമായ നിലമാണ്. ദൈവവചനമാകുന്ന വിത്ത് വേരുപാകുന്നതിന് ആഴമായ വിശ്വാസമുള്ള മണ്ണ് അനിവാര്യമാണ്. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ദൈവവചന വേദികളെ സമീപിക്കുന്നവർ ദൈവവചനമാകുന്ന വിത്ത് വീണ് പെട്ടെന്ന് മുളയ്ക്കുന്ന മണ്ണ് പുതപ്പിച്ച പാറപ്പുറങ്ങളാണ്. അതിവേഗം മുളയെടുക്കുന്ന പാറപ്പുറത്തെ വിത്ത് അതിജീവനത്തിനായുള്ള കരുത്താണ് കാണിക്കുന്നത്. കൂടുതൽ വിശ്വാസികളുടെയും ഹൃദയം പാറപ്പുറത്ത് വീണ വിത്തിന് സമാനമായാണ് ദൈവവചനത്തെ സ്വീകരിക്കുന്നത് എന്നതൊരു ദുഃഖസത്യമാണ്. ആകാശദീപ കാഴ്ചകൾ പോലെ കൺവെൻഷൻ പന്തലുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ആവേശത്തോടെ ദൈവവചനം സ്വീകരിച്ച എത്രയോ പേർ പെട്ടെന്ന് മുളച്ചു പൊങ്ങിയ ദൈവവചനത്തെ സൂര്യതാപത്താൽ കരിച്ചു കളഞ്ഞു. വിശ്വാസത്തിൻ്റെ ആഴമില്ലാത്തവർ ദൈവവചനം സ്വീകരിച്ച് പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതഭാരങ്ങളും സൂര്യതാപങ്ങളായി കടന്നു വരുമ്പോൾ സഹനത്തിൻ്റെ തീച്ചൂളയിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ വെയിലേറ്റ് വാടി കരിഞ്ഞു പോയിട്ടുണ്ട്. മുൾച്ചെടിയുടെ വിത്തുകൾ കിടന്ന നിലം അഥവാ മുൾച്ചെടികൾക്കിടയിലേക്ക് ചിതറി വീണ വിത്ത്. ദൈവവചനത്തോടുള്ള ആകർഷണത്തേക്കാൾ മനുഷ്യനിൽ ലൗകിക സന്തോഷം നൽകുന്നത് ലൗകിക സുഖങ്ങളും ധനമോഹവും രാജകീയ ഇരിപ്പിടങ്ങളുമാണ്. അധികാരവും പണവും ശാരീരിക സുഖങ്ങളും എന്നും ആധ്യാത്മികതയുടെ വഴിയിൽ പ്രലോഭനങ്ങളാണ്. ദുർബല മനുഷ്യർ കുടുങ്ങുന്ന കെണികൾ. ലോകത്തോടുള്ള വ്യഗ്രതയും ധനത്തോടുള്ള ആകർഷണവും മുൾച്ചെടി കണക്കെ തഴച്ചു വളരുന്നിടത്ത് ദൈവവചനമാകുന്ന വിത്ത് പൊട്ടിമുളയ്ക്കുമെങ്കിലും ഞെരിഞ്ഞമരും. ദൈവവചനമാകുന്ന വിത്തിൻ്റെ വളർച്ചയെ ഞെരുക്കിക്കളയുന്ന മുൾച്ചെടികൾ വിശ്വാസ വിപരീത പ്രത്യയ ശാസ്ത്രങ്ങളാവാം, ലൗകിക തൃഷ്ണയാവാം, സുബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി പദാർത്ഥങ്ങളാവാം, അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കുമായുള്ള നെട്ടോട്ടങ്ങളാവാം, പ്രശസ്തിയും പ്രതാപവും ശാരീരിക സുഖങ്ങളും നൽകുന്ന പ്രലോഭനങ്ങളാവാം. ദൈവവചനമാകുന്ന വിത്തിൻ്റെ വളർച്ചയെ ഞെരുക്കിക്കളയുന്ന മുൾച്ചെടികൾ വിശ്വാസ ജീവിതത്തിന് തടസ്സമാകുന്ന മനോവ്യാപാരങ്ങളും ചെയ്തികളുമാണ്. നിസ്സംഗതയും സുഖലോലുപതയുമാണ്.
വഴിയോരത്തെ വിത്തിന് വേരില്ല, പാറപ്പുറത്തെ വിത്തിന് ആഴമുള്ള വേരില്ല. മുൾച്ചെടികൾക്കിടയിലെ വിത്തിന് വേരുണ്ടെങ്കിലും ഫലമുണ്ടാകുന്നില്ല. വിത്തിന് മുളയ്ക്കാനും വേര് പാകാനും വളരാനും ഫലം പുറപ്പെടുവിക്കാനും സാധിക്കുന്ന ഹൃദയ വയലേലകളാണ് വിതക്കാരൻ്റെ സ്വപ്ന നിലം. വിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള നല്ല മണ്ണാണ് നല്ല നിലം. വിശ്വാസത്തിൻ്റെ ആഴമുള്ള ജീവിതങ്ങൾ, നിർമ്മല ഹൃദയങ്ങൾ, സുസ്ഥിര ആധ്യാത്മിക അഭ്യസനം വഴി ഹൃദയ വയലേലകളെ നല്ല വളക്കൂറുള്ള മണ്ണായി നിലനിർത്തും. നല്ല നിലത്ത് വീണ ദൈവവചനമാകുന്ന വിത്ത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കും. നല്ല മണ്ണ് ആഴത്തിലുള്ള നല്ല വിശ്വാസ വേരോട്ടം സാധ്യമാക്കും. 30, 60, 100 മേനി ഫലം അത് സമൃദ്ധമായ വിളവിനെ സൂചിപ്പിക്കുന്നു. നഷ്ടത്തെ തുലവും നിസ്സാരമാക്കുന്ന വിളവിൻ്റെ അതിസമൃദ്ധി ദൈവരാജ്യ ശുശ്രൂഷയുടെ ഫലദായകത്വമാണ്. ദൈവവചനമാകുന്ന വിത്തിൻ്റെ ഫലദായകത്വത്തിനായി ഹൃദയ വയലേലകൾ ഒരുക്കപ്പെടുന്ന ദൈവരാജ്യ ശുശ്രൂഷയാണ് ഇന്നിൻ്റെ ആവശ്യം. ഒരുക്കപ്പെടുന്ന നല്ല നിലങ്ങളിൽ മാത്രമേ പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസവിത്ത് വളർച്ച പ്രാപിക്കൂ, ഫലം നൽകൂ, തണലേകൂ, ദൈവരാജ്യ നിത്യ സ്മാരകമായി നിലകൊള്ളൂ. ഇന്നത്തെ ദൈവരാജ്യ ശുശ്രൂഷകൾ പലതും നിറപ്പകിട്ടാർന്ന വഴിയോര കാഴ്ചകൾ മാത്രമാണ്. നല്ല വിത്ത് നന്നായി വിതയ്ക്കപ്പെടുകയും നല്ല നിലത്ത് വേരോട്ടമുള്ള വൃക്ഷമായി വളരുകയും നല്ല ഫലങ്ങൾ ചൂടി നിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ വിതക്കാരനെ ലോകം അറിയുകയുള്ളൂ. ലോകം വിതക്കാരനിലേക്കും വിത്തിലേക്കും ആകർഷിക്കപ്പെടുകയുള്ളൂ. 12 ശിഷ്യന്മാരും വലിയ ശിഷ്യ സമൂഹത്തിലെ ചിലരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു പരസ്യമായി പറഞ്ഞ ഉപമകളെക്കുറിച്ച് രഹസ്യമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നൽകപ്പെട്ടവരായാണ് യേശു ഇക്കൂട്ടരെ കണ്ടത്. യേശുവിനോട് കൂടെ നടന്നവരും ദൂരെ നിന്നവരുമുണ്ട്, അകത്തുള്ളവരും പുറത്തുള്ളവരുമുണ്ട്. ഇൻസൈഡേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് അകത്തുള്ളവർ. യേശുവിൻ്റെ ശിഷ്യത്വം നിരസിച്ചവരാണ് പുറത്തുള്ളത്. യേശുവിനെ സ്വീകരിച്ചവർക്ക് യേശു കൂടെ നടന്ന് ദൈവരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. യേശുവിനെ നിരസിച്ചവർക്ക് ദൈവരാജ്യ രഹസ്യങ്ങൾ മറയ്ക്കപ്പെടുന്നു. കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും മനസ്സുതിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും എന്ന പ്രയോഗം യേശുവിനെ നിരസിച്ച് പുറത്തായവരുടെ ഹൃദയ കാഠിന്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഹൃദയ കാഠിന്യം നിമിത്തം യേശുവിൻ്റെ എതിരാളികൾ അവനെ നശിപ്പിക്കുവാൻ ആലോചിച്ചു. ഹൃദയ കാഠിന്യ നിമിത്തം യേശുവിന് തങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന വിശ്വാസം ശിഷ്യർക്ക് പോലും ഇല്ലാതായി. ദൈവരാജ്യ പ്രവേശനം ദുസ്സഹമാക്കുന്ന തിന്മയാണ് ഹൃദയ കാഠിന്യം. ഹൃദയം കഠിനമാക്കുന്നവർ ദൈവത്തിനും ദൈവവചനത്തിനും ദൈവകൃപയുടെ കൂദാശകൾക്കും നേരെ ഹൃദയവാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടയ്ക്കുന്നു. അകത്തുള്ള ശിഷ്യ സമൂഹത്തിലും പുറത്തുള്ളവരിലും ഹൃദയം കഠിനമാക്കുന്നവരുണ്ട്. ഇക്കൂട്ടർ ദൈവരാജ്യ പ്രവേശനം നിരസിക്കുന്നവരും സ്വയം ഹൃദയം ദൈവത്തിനു നേരെ കൊട്ടിയടയ്ക്കുന്ന ഹൃദയ കഠിനരുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10 പറയും പ്രകാരം, ഹൃദയം കഠിനമാക്കിയവർ
പ്രവാചകന്റെ വാക്കുകൾക്ക് നേരെ ചെവി അടച്ചു. ഹൃദയം കഠിനമാക്കരുത് എന്ന ഉപദേശമാണ് കേൾക്കുവീൻ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നീ ആഹ്വാനങ്ങൾ. 2. ഉപമകളുടെ ഉദ്ദേശം. മനസ്സുതിരിഞ്ഞ് മോചനം പ്രാപിക്കുക എന്നതാണ് മാനസാന്തരത്തിനായുള്ള ആഹ്വാനമാണിത്. യേശു തനിച്ചായപ്പോൾ ഉപമകളുടെ വിശദീകരണം ആവശ്യപ്പെടുന്ന ശിഷ്യന്മാർ ദൈവവചന പഠന ഉത്സാഹികളാണ്. ദൈവരാജ്യ രഹസ്യങ്ങൾ അവർക്ക് കൂടുതൽ വെളിപ്പെടും. 3. ഉപമകളുടെ വിശദീകരണം. ഉപമകളിലൂടെയുള്ള ദൈവവചനം മനസ്സിലാകാത്ത ശിഷ്യരുടെ അവസ്ഥ ദൈവകൃപയിലും പരിശുദ്ധാത്മ ശക്തിയിലും വളരാത്തതും ഹൃദയ കാഠിന്യം ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. ദൈവവചനമാകുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കുന്നത് തടയുന്ന ആദ്യത്തെ ശത്രു സാത്താനാണ്. അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളിൽ പക്ഷികളെ സാത്താൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വചന ശ്രവണത്താൽ തന്നെ സാത്താൻ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇത് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്താണ്. ദൈവവചനമാകുന്ന വിത്തിൻ്റെ രണ്ടാമത്തെ ശത്രു ശരീരമാണ്. വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു, അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോകുന്നു. ഇത് പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്താണ്. ദൈവവചനത്തിൻ്റെ മൂന്നാമത്തെ ശത്രു ലോകമാണ്. ഇക്കൂട്ടർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വികൃതിയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഇത് മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട വിത്താണ്. ആത്മാവിനെ ഞെരുക്കുന്ന ജഡത്തിൻ്റെ മൃഗീയ വളർച്ചയെ സൂക്ഷിക്കണം. എഫേസുസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ശ്ലീഹ ലോകം, പിശാച്, ശരീരം എന്നീ 3 ശത്രുക്കളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. നല്ല നിലത്ത് വീണ വിത്ത് പ്രതികൂലങ്ങളിൽ പതറാതെ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. അനുതാപം, മാനസാന്തരം, സത്പ്രവൃത്തികൾ എന്നിവ ഫലങ്ങളാണ്. വചനം വിതയ്ക്കുന്ന ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകാവുന്ന പരാജയങ്ങളിൽ മനസ്സുമടുക്കാതെ അന്ത്യനാളുകളിലെ വലിയ വിളവെടുപ്പിനായി കർമ്മോത്സുകരാകേണ്ടവരാണ് ദൈവരാജ്യ ശുശ്രൂഷകർ. മനുഷ്യജീവിതം കൃഷിയിടത്തിലെ വിതയും വിളവെടുപ്പും പോലെയാണ്. വിതക്കാരന് നഷ്ടവും പരാജയവും വിതയുടെ ആദ്യ ദിനത്തിൽ തന്നെ ആരംഭിക്കുന്നു. പക്ഷികൾ കൊത്തി തിന്നുന്നു, ചിലത് വാടിക്കരിഞ്ഞു പോകുന്നു. കൊയ്ത്തിന് മുൻപ് നഷ്ടപ്പെടുന്ന ധാന്യച്ചെടികൾ നഷ്ടത്തിൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. കൃഷിക്കാരനെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തിലെ വൻ വിളവെടുപ്പ് എല്ലാ നഷ്ടങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന നേട്ടമാണ്. ക്രിസ്തുവിൻ്റെയും സഭയുടെയും എല്ലാ ദൈവരാജ്യ ശുശ്രൂഷകരുടെയും ജീവിത പാഠമാണ് വിതക്കാരൻ്റെ ഉപമ. ശിഷ്യന്മാർ ദൈവവചന പ്രബോധകരും ദൈവരാജ്യ രഹസ്യങ്ങളുടെ കാര്യസ്ഥരുമാണ്. നഷ്ടം നോക്കാതെ വരാനിരിക്കുന്ന വിളവിൽ പ്രതീക്ഷ അർപ്പിച്ച് കർമ്മോത്സുകരാകേണ്ടവരാണ് ശിഷ്യർ. ഹൃദയ വയലേലകൾ ഒരുക്കി ദൈവവചനമാകുന്ന വിത്ത് യേശുവിനാൽ വിതയ്ക്കപ്പെടുന്നതിന് നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാം. ഹൃദയവാതിലുകൾ തുറന്നിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.